ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഒരൊറ്റ വീട്ടു നമ്പറിൽ 947 പേരുകളാണ് ചേർത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ജനങ്ങളെ ഞെട്ടിക്കുന്ന പലവിധ അത്ഭുതങ്ങളുമായി വീണ്ടും വരുമെന്ന് ഉറപ്പാണ്. സത്യങ്ങൾ ഇങ്ങനെ മറ നീക്കി പുറത്തു വന്നുകൊണ്ടേയിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രമക്കേടുകൾ വീണ്ടും പുറത്തു കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധിയാണ്. വോട്ടർ അധികാർ യാത്രക്കിടയിലാണ് രാഹുൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ബോധ് ഗയയിലെ നിദാനി ഗ്രാമത്തിലെ ഒരു വീട്ടിൽ മാത്രമാണ് ഇത്രയധികം വോട്ടർമാരെ വ്യാജമായി ചേർത്തിട്ടുള്ളത്. വീട്ടു നമ്പർ 6-ലാണ് ഈ 947 പേർ താമസിക്കുന്നതെന്നതും 100 കണക്കിന് വീടുകളും കുടുംബങ്ങളുമുള്ള നിദാനിയയിലെ മുഴുവൻ പട്ടിക ഒരു സാങ്കല്പിക ഭവനമാക്കി മാറ്റിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഇത് ഒരു ഗ്രാമത്തിലെ മാത്രം കാര്യമാണെന്നും സംസ്ഥാന ദേശീയ തലങ്ങളിലെ ക്രമക്കേടുകളുടെ ആഴം ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂവെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. എന്നാൽ ഗയ ജില്ലാ മജിസ്ട്രേറ്റിന്റെ എക്സ് ഹാൻഡിൽ പുറത്തുവിട്ട വിശദീകരണവുമായി ബീഹാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് രംഗത്തെത്തിയിട്ടുണ്ട്. യഥാർത്ഥ സീരിയൽ നമ്പറുകൾ ഇല്ലാത്ത ഗ്രാമങ്ങളിലോ ചേരികളിലോ സാങ്കല്പിക വീട്ടു നമ്പറുകൾ നൽകുന്നത് വോട്ടർമാരെ ചേർക്കുന്ന പ്രക്രിയ എളുപ്പമാക്കുന്നതിനാണെന്നാണ് ജില്ലാ മജിസ്ട്രേറ്റ് പറയുന്നത്. ഗ്രാമവാസികളുടേതെന്ന് പറയപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളും അദ്ദേഹത്തിന്റെ ഹാൻഡിലിൽ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം വോട്ടർ അധികാർ യാത്രയിൽ പ്രധാനമന്ത്രിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്നാരോപിച്ച് BJP നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. പട്നയിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലാണ് BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. BJP പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസിന്റെ ഗേറ്റിൽ ചവിട്ടുകയും ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ ആക്രമിച്ചു തളർത്താമെന്നാണ് BJPയുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു. രാഹുലിനും ഇന്ത്യ സഖ്യത്തിനും ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിയ BJP പുതിയ അടവുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ന്യായവാദങ്ങൾ ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അടിതടവ് പരീക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് BJP.